താങ്ക് യു. എനിക്കൊന്ന് കഴിഞ്ഞ വർഷം 2024 ആദ്യം റിലീസ് ചെയ്ത സിനിമ ആട്ടമാണ് മലയാളത്തിൽ. ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടി. അതിനുശേഷം എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്തിറങ്ങിയ സിനിമയായിരുന്നു ഗോളം. ഗോളം എന്നെ സംബന്ധിച്ച് നല്ലൊരു ടീം വർക്കായിരുന്നു ഗോളം. എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ടീമിൽ ഞാൻ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ ഇന്ന്, ബാക്കിയുള്ളവർക്കൊന്നും എത്തിച്ചേരാൻ തരുന്നില്ല. പക്ഷേ വളരെ നല്ലൊരു ടീം വർക്കായിരുന്നു. പിന്നെ ഈ ഗോളത്തിൻ്റെ എഡിറ്റിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ബാക്കി സിനിമകൾ പോലെയുള്ളൊരു മേക്കിംഗ് സ്റ്റൈലല്ലായിരുന്നു ഗോളത്തിൻ്റെ. ബാക്കി സിനിമകളിൽ ശരിക്കും പറഞ്ഞാൽ എഡിറ്റിംഗ് ടേബിളിൽ ഇതിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബാക്കി സിനിമകൾ നമുക്ക് ഒരുപാട് റഷ് അല്ലെങ്കിൽ ചിലപ്പം ഒരുപാട് ടൈം ഷൂട്ട് ചെയ്ത സാധനത്തിൽ നിന്ന് നമ്മൾ ഭയങ്കര ഇരുന്ന് മിനിക്ക് ചില സിനിമ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും സംജാദിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. സംജാദ് ഡിസൈൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയ്ക്ക് വേണ്ട സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് ആവശ്യമുള്ള ഷോട്ടുകൾ മാത്രം എടുത്ത് അത് വളരെ കൃത്യമായിട്ട് എഡിറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവന്നിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സംജാദിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത്. എന്തായാലും ഇവരെ തുടർന്നുള്ള പ്രൊജക്റ്റുകളിലും ഇനിയും തുടർന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നത് താങ്ക് യു. നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2024 എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വർഷമായിരുന്നു. 2024 പോലെ ഒരു വർഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായി ഞാൻ സംജാതം കഷ്ടപ്പെട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഒരു മൂവി ചെയ്യാൻ ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ഫാക്ടറീച്ചർ എല്ലാവരും കൂടെ നിന്ന് രഞ്ജിത്ത് ഞങ്ങളുടെ ഹീറോ ഗോളം സിനിമയുടെ സ്ക്രിപ്റ്റിലേക്ക് അതിൻ്റെ ഒരു സ്റ്റോറിയിലേക്ക് എത്തുന്നത് ഞങ്ങളെപ്പോഴും ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനുണ്ടായിരുന്ന സിനിമയെ പറ്റിയായിരുന്നു, പുതിയ കഥകളെ പറ്റിയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ വലിയ വലിയ സബ്ജക്റ്റുകളെ പറ്റി സംസാരിക്കാറുണ്ട്. പിന്നെ ആദ്യം നമുക്കൊരു എൻട്രി ലെവൽ എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം എന്നാൽ അതിന് പടത്തിൻ്റെ കണ്ടനോടുള്ള ചെറുതായി പോകുന്നുള്ള രീതിയിൽ ആരംഭിച്ച് ഞാൻ സംജാദിൻ്റെ വീക്കിലെടുത്തൊരു കഥയാണ്. അതെല്ലാവരും പ്രേക്ഷകർ സ്വീകരിച്ചു. നിങ്ങളെല്ലാവരും ഒരു ലൈക്കോ കമൻറ്റോ പോലെ കൊണ്ടാണ് ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയണം. നിങ്ങൾ ആയിരുന്നു പടം എല്ലാവരിലേക്ക് എത്തിച്ചത്. പബ്ലിസിറ്റിയിലായിരുന്നു പടത്തിന് കൂടുതൽ പ്രചാരം കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. 2025 നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ബ്ലാക്ക് നേച്ചറിന് നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, ഹിറ്റുകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. അവിടെ രണ്ടുപേരും നിൽക്കുന്നത് നമുക്ക് ഓൾറെഡി ഒരു പാട്ട് കേട്ടു. പിന്നെ ഇങ്ങനെയാണ് പാട്ടും കൂടിയാണോ പറയുന്നത്, അത് എക്സ്പീരിയൻസ് ആണോ? ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്പെഷ്യലാണ് ഈ ഒരു മൂവി എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ഇയറിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് കൂടിയാണ് ഈ ഒരു മൂവി. ഇതിലെ തൊട്ടിലുറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഏറ്റെടുത്ത ഒരു സോങ് ഉണ്ട്. ആ ഒരു പാട്ട് പാടിയത് ഞാനാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹാപ്പിനെസ് ആണ്. അപ്പോൾ അത് തന്നത് പ്രകാശനാണ്. അപ്പോൾ വലിയൊരു സന്തോഷമാണ്. കൽബിൻ്റെ ഓൺലൈൻ മീഡിയ മീറ്റപ്പിൽ വന്ന് നിൽക്കുമ്പോൾ വളരെ സന്തോഷമാണ്. എല്ലാവരും ഈ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. എനിക്ക് പറഞ്ഞതുപോലെ കൽബ് ഒരുപാട് സ്പെഷ്യലാണ്. കാരണം 2024 രണ്ട് പടങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റി. അതിൽ ഫസ്റ്റ് റിലീസായത് കൽബാണ്, പ്രകാശ് ചേട്ടൻ എന്ന സോങ്ങാണ്. പടം റിലീസിൻ്റെ സമയത്ത് തന്നെ ഈ ഒരു സോങ് മഞ്ചത്തി ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയാസിലെല്ലാം വളരെ ട്രെൻഡിങ് ആയിരുന്നു. അപ്പം അത് ഭയങ്കര ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഫുൾ മ്യൂസിക്കലി പോകുന്നൊരു പടമാണ്. അപ്പം മറ്റു പടങ്ങൾ ചെയ്യുന്നതിൽ വെച്ച് ഇത് വളരെ സ്പെഷ്യലാണ്. അത്രയും മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പടത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പക്ഷേ